അങ്ങനെ നമ്മളുടെ ഗൂഗിൾ ക്രോമിലും AI അസിസ്റ്റന്റ് വന്നിരിക്കുകയാണ്. അപ്പം അതെങ്ങനെ ടേൺ ഓൺ ചെയ്യാൻ നമുക്ക് നോക്കാം. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റിയാക്ട് വി ടാപ്പ് റൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇൻസ്പെക്ടിന്റെ വിൻഡോയിലേക്ക് പോകുന്നു. ഇങ്ങനെ വിൻഡോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു 3 ഡോട്ട് ഇവിടെ കാണാൻ പറ്റും. 3 ഡോട്ടിൽ നിങ്ങൾ AI അസിസ്റ്റൻസ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു പാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേൺ ഓൺ AI അസിസ്റ്റൻസ് ഇൻ സെറ്റിംഗ്സ്. അത് കൊടുക്കുക. അത് കൊടുത്താൽ വേറൊരു പാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ AI ഓൺ ചെയ്ത് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഒന്നാമത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കൺസോൾ എന്തെങ്കിലും വാർണിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള ടിപ്സ് അതിൽ പറഞ്ഞുതരും. അപ്പോൾ ഞാൻ അത് ഓൺ ചെയ്യുന്നു. പിന്നെ CSS സ്റ്റൈൽസ്, നെറ്റ്വർക്ക് റിക്വസ്റ്റ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇത് ഓൺ ചെയ്യാം. അതേപോലെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ഓൺ ചെയ്യാം. ഇത് മൂന്നും ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഈ ഇൻസ്പെക്ട് പാനലിലേക്ക് വന്നാൽ ഇവിടെ AI അസിസ്റ്റന്റ് എന്ന ടാബ് ഉണ്ടാവും. അതിൽ ChatGPT പോലത്തെ ഒരു ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നെറ്റ്വർക്കിൽ പോകാം. നെറ്റ്വർക്കിൽ ഇവിടെ ഒരുപാട് റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ് ഈ ക്ലയന്റ് റിക്വസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചോദിക്കുക വാട്ട് ഈസ് ദിസ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അത് ആ റിക്വസ്റ്റ് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ പറഞ്ഞുതരും. ദി നെറ്റ്വർക്ക് റിക്വസ്റ്റ് ടു ദിസ് ലോക്കൽ ഹോസ്റ്റ് ആൻഡ് ഇനിഷ്യേറ്റഡ് ബൈ ഡെവലപ്മെന്റ് സെർവർ ലൈക്ലി വീറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് AI-നോട് ചോദിക്കാം. ഇപ്പം വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലമെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് റൂട്ട് എലമെന്റ് ഉണ്ട്. ഈ റൂട്ടിൽ ഞാൻ ഇവിടെ H1 ടാഗിൽ വെൽക്കം മാത്രമാണ് ഇപ്പം പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ കളർ ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് ആയിരിക്കും. ഞാനിപ്പോൾ റെഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആസ്ക് AI എന്ന് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്നിട്ട് ഇവിടെ പറയാം ചേഞ്ച് കളർ ടു റെഡ്. ആ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചസ് അവിടെ റിഫ്ലക്റ്റ് ആകും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും H1 കളർ റെഡ്. ഇപ്പം UIയിലും വെൽക്കം എന്നുള്ള ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ആയത് കാണാം റെഡിലേക്ക്. അപ്പം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ AI അസിസ്റ്റൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇനി ഇത് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.